പ്രണയനിലാവ്. രചന അവതരണം മിത്രവിന്ദ. തൻ്റെ തൊട്ടു മുൻപിലായി നിൽക്കുന്ന ശിവയും വൃന്ദയും കണ്ടപ്പോൾ കിഷോർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയിരുന്നു. അവൻ്റെ അടുത്തേക്ക് ഒരു പുഞ്ചിരിയോടെ ശിവ നടന്നു വന്നു. ഹലോ കിഷോർ. ഹായ് ശിവ. കിഷോർ വൃന്ദയുടെ മുഖത്തേക്കാണ് സൂക്ഷിച്ചു നോക്കിയത്. ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിന് വന്നതാ. കിഷോറിൻ്റെ നോട്ടം മനസ്സിലായതും ശിവ പറഞ്ഞു. വൃന്ദ? വൃന്ദയും സിസ്റ്ററും. ശിവ പറഞ്ഞപ്പോഴാണ് വൃന്ദയുടെ അരികിലായി നിന്ന അവളുടെ അനുജത്തിയെ കിഷോർ കാണുന്നത്. കാശ്മീരി ആപ്പിൾ പോലെ ഒരു സുന്ദരി കുട്ടി. അവൻ അവളെ നോക്കി മധുരമായി ഒന്ന് പുഞ്ചിരിച്ചു. വൃന്ദയ്ക്കാണെങ്കിൽ അതൊക്കെ കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് വയ്യായിരുന്നു. എന്നിട്ട് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ? കിഷോർ ശിവയെ നോക്കി ചോദിച്ചു. അമ്മയും അടുത്തേയും കൂടെയുണ്ട്. അവർ സെക്കൻഡ് ഫ്ലോറിലാണ്. ഞാൻ ഇവരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാനായി ഇറങ്ങിയതാ. ഓക്കെ, അപ്പോൾ കാര്യമായ പർച്ചേസിംഗ് ആണല്ലോ. കിഷോർ ഒന്ന് ചിരിച്ചു. ചെറിയ രീതിയിൽ ഒരു കല്യാണ പർച്ചേസിംഗ്. ശിവ പറഞ്ഞതും കിഷോറിൻ്റെ നെറ്റി ചൊളിഞ്ഞു. ഞങ്ങളുടെ വിവാഹമാണ്. ഈ മാസം 24 ഡേറ്റ്. ഒഫീഷ്യലി ആരെയും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. എല്ലാം പെട്ടെന്നുള്ള നീക്കങ്ങളായിരുന്നു. ഓ ഗ്രേറ്റ്, ഭയങ്കര സർപ്രൈസായി പോയല്ലോ. എനിവേ, രണ്ടാൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആശംസകൾ നേരുന്നു. ശിവയുടെ കയ്യിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് കിഷോർ പറഞ്ഞു. ഒപ്പം വൃന്ദയെ നോക്കി നിറഞ്ഞ പുഞ്ചിരിയും സമ്മാനിച്ചു. കിച്ചു. പെട്ടെന്നൊരു സ്ത്രീയുടെ ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി. ശിവയ്ക്ക് ആളെ പിടികിട്ടിയിരുന്നു. കിഷോറിൻ്റെ അമ്മ. എൻ്റെ അമ്മയ്ക്കൊരു സാരി എടുക്കാൻ വന്നതാ. അമ്മയ്ക്ക് ശിവയെ അറിയില്ലേ? ആ സ്ത്രീ അരികിലേക്ക് വന്നതും കിഷോർ ചോദിച്ചു. പിന്നെ എനിക്കറിയാം ഈ കുട്ടിയെ. അവർ ശിവയെ നോക്കി പുഞ്ചിരിച്ചു. അമ്മേ, ഇത് വൃന്ദ. ശിവ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാ. പിന്നെ ഇത് വൃന്ദയുടെ അനുജത്തി. മോളുടെ പേരെന്താ? ആ സ്ത്രീ പൊന്നിയെ നോക്കി. എൻ്റെ പേര് ശ്രീപ്രിയ. അവൾ മറുപടിയും പറഞ്ഞു. ഇത്തിരി നേരം കൂടി കിഷോറിനോടും അമ്മയോടും സംസാരിച്ചിട്ട് അവർ മടങ്ങിപ്പോയി. ശ്രീപ്രിയ നല്ല കുട്ടി അല്ലേ മോനെ? അമ്മ പറഞ്ഞതും കിഷോർ തലകുലുക്കി. കൊള്ളാം, ചുന്ദരി കുട്ടി. നിന്നെ എനിക്ക് വേണം. ചേട്ടത്തേക്കാൾ മിടുക്കി നീയാണ് പെണ്ണെ. മനസ്സിൽ പെറുപെറുത്തുകൊണ്ട് അവൻ അമ്മയോടൊപ്പം നടന്നു നീങ്ങി. പെട്ടെന്നെന്തോ ഓർത്തുപോലെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ കാണുന്നത് വൃന്ദയുടെ കയ്യും പിടിച്ച് നടന്നു പോകുന്നതിനിടയിൽ തന്നെ ഒന്ന് പിന്തിരിഞ്ഞു നോക്കുന്ന ശ്രീപ്രിയയായിരുന്നു. ചൂണ്ടയെ കൊളുത്താൻ വലിയ താമസം ഉണ്ടാകില്ല. അവൻ്റെ ചുടികളിൽ ഒരു വന്യമായ ചിരി വിരിഞ്ഞു. ഫോൺ റിങ് ചെയ്തപ്പോൾ ശിവ അത് എടുത്തു നോക്കി. അനുവാണ്. അവൻ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ ശിവ, നീ ഇതെവിടാ? എത്ര നേരമായിട്ട് വിളിക്കുന്നു നിന്നെ. എന്താ ഫോൺ പോലും എടുക്കാത്തത്? ഞാൻ കുറച്ച് ബിസിയാടാ. നമുക്ക് നാളെ മീറ്റ് ചെയ്യാം. ഷുവർ ആണോടാ? ഷുവർ. നാളെ വൈകുന്നേരം ഞാൻ വീട്ടിലേക്ക് വന്നോളാം. എനിക്ക് നിന്നോട് ഇത്തിരി സംസാരിക്കാനുണ്ട്. ഓക്കെ ശിവ, ഞാൻ കാത്തിരിക്കും. അനുവുമായുള്ള ഫോൺ സംഭാഷണം അവസാനിപ്പിച്ച ശേഷം വൃന്ദയാണെങ്കിൽ താൻ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് കലിപ്പിൽ മുഖമൊക്കെ വീർപ്പിച്ചുകൊണ്ടിരിപ്പുണ്ട്. എന്താണെന്നൊരു പുരുകുയർത്തി ചോദിച്ച ശേഷം അവൻ സീറ്റ് ബെൽറ്റ് സെറ്റ് ചെയ്തു. പൊന്നി, എന്താ വല്യേട്ടാ? നമുക്കൊരു കോഫി കുടിച്ചാലോ? വേണ്ട, വേഗം വീട്ടിലെത്തണം. നേരം ഒരുപാടായി. വൃന്ദ പെട്ടെന്ന് പറഞ്ഞു. പൊന്നി, എന്തായാലും നമ്മൾ ഇറങ്ങി. എന്നാൽ പിന്നെ അടിച്ചു പൊളിക്കാം അല്ലേടാ? പിന്നെ അല്ലാണ്ട്. ഈ ചേച്ചി പറയും പോലും ഒന്നും അല്ല. നമുക്കൊരു കോഫിയൊക്കെ കുടിച്ച് സാവധാനം പോയാൽ മതി. അനുജത്തി പറയുന്ന കേട്ടതും വൃന്ദ ദേഷ്യത്തിൽ മുഖം ചിരിച്ച് അവളെ നോക്കി. യോ, എന്നെ നോക്കി പേടിപ്പിക്കുമോ കേട്ടോ? ഞാൻ പേടിച്ചു പോയേ. പേടിച്ചിരുന്നോ? ബാക്കി കാര്യം ഞാനേറ്റു. ശിവയും പൊന്നിയും ഭയങ്കര കമ്പനിയായി. രണ്ടാളും കൂടി ഒരുപാട് തമാശകളൊക്കെ പറയുന്നുണ്ട്. വൃന്ദ മാത്രം ഒരക്ഷരം പോലും മിണ്ടാതെ കൂർപ്പിച്ച മുഖത്തോടെ ഇരുന്നു. കോഫി കുടിക്കാനായി ഇറങ്ങിയപ്പോൾ വൃന്ദ നല്ല ദേഷ്യത്തിലാണ്. പൊന്നിയാണെങ്കിൽ അമ്മയെ വിളിക്കുന്നുണ്ട്. എവിടെ എത്തിയെന്ന് അറിയാൻ വേണ്ടി അവർ വിളിക്കുന്നതാണ്. ഇടം കൈ കൊണ്ട് അവളുടെ തോളിലൂടെ കൈ ചേർത്തുകൊണ്ട് ശിവ വൃന്ദയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. പെട്ടെന്ന് അവൾ കുതറി മാറി. ഇതെന്നാ പെണ്ണേ? കണ്ണേട്ടനോട് ദേഷ്യമാണോ? അവൻ ശബ്ദം താഴ്ത്തി ചോദിച്ചു. എനിക്കിതൊന്നും ഇഷ്ടമല്ല. മേലിൽ ഇമാതിരി തോണ്ടലുമായിട്ട് വന്നാൽ നിങ്ങൾ വിവരം അറിയും. അവളും ശിവയ്ക്ക് കേൾക്കാൻ പാകത്തിന് ശബ്ദം താഴ്ത്തി പറഞ്ഞു. കോഫിയും സ്നാക്സും ഒക്കെ കഴിച്ച ശേഷമാണ് പിന്നെയും അവർ യാത്ര തുടർന്നത്. ഈ ചേച്ചി എപ്പോഴും ഇങ്ങനെയാണോ പൊന്നി? അല്ലെന്നേ, ആള് ഭയങ്കര കോമഡിയാ.
ഇതിപ്പോൾ വല്യേട്ടൻ്റെ അടുത്താ ഈ ജാട. ഓഹോ, അത് ശരി, അങ്ങനെ വരട്ടെ. ഉം, ഏട്ടന് മാറ്റിയെടുക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ, നോ പ്രോബ്ലം. ഓക്കെ ഓക്കെ, ആ കാര്യം ഞാൻ ഏറ്റു, അവനും പറഞ്ഞു. കവലയിൽ ഇറക്കിയാൽ മതിയെന്ന് വൃന്ദ പറഞ്ഞിട്ടും ശിവ കേട്ടില്ല. അവൻ അവരെ അവരുടെ വീട്ടിലേക്ക് ആക്കുവാനായി ചെറിയ പോക്കറ്റ് റോഡിലേക്ക് തിരിഞ്ഞു. അന്നും മക്കൾ വരുന്നത് നോക്കി സുരേഷും സുമിത്രയും ഉമ്മറത്തുണ്ട്. വലിയേട്ടാ, ഇറങ്ങുന്നില്ലേ? വേണ്ടടാ, പിന്നൊരിക്കലാവാം. ശോ, അതെന്നാ പോക്കാ. വാ വല്യേട്ടാ, ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോകാം, അവൾ നിർബന്ധിച്ചു. എൻ്റെ പൊന്നുകുട്ടിക്ക് എന്നോട് സ്നേഹമുണ്ട്, അവൻ പറഞ്ഞതും വൃന്ദ മുഖം വെട്ടിത്തിരിച്ചു. പെട്ടെന്നായിരുന്നു ശിവ തൻ്റെ അരികിലായിരുന്ന ഒരു കവറെടുത്ത് പൊന്നിയെ ഏൽപ്പിച്ചത്. ഇതെന്താ വല്യേട്ടാ? നോക്കിഷ്ടായോന്ന്, ഇല്ലെങ്കിൽ വേറെ സെലക്ട് ചെയ്യാം, അവൻ പറഞ്ഞതും പൊന്നി അത് തുറന്നു നോക്കി. ശോ, ഇതെന്താ വല്യേട്ടാ? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു കേട്ടോ. ആൻറ്റിക്കും അങ്കിളിനും ഒക്കെ ഉണ്ട്, എനിക്കത്ര വലിയ സെലക്ഷനൊന്നുമില്ല കേട്ടോ. ശിവ നീളൻ വരാന്തയിലെ കസേരയിലേക്ക് ഇരുന്നു കൊണ്ട് അവരെയൊക്കെ നോക്കി പറഞ്ഞു. സുമിത്രയ്ക്ക് സാരി, അതും ഒരു പേസ്റ്റൽ ഷെയ്ഡ് ഉള്ള ഒരു കാഞ്ചീപുരം, ഏകദേശം ഒരു ബേബി പിങ്ക് നിറം, കൂടെ അതേ നിറമുള്ള ഷർട്ട്. സുരേഷിനാണ്, ഒപ്പം ഒരു മുണ്ടും. ശ്രീപ്രിയയ്ക്ക് വേണ്ടി ഓണിയൻ പിങ്ക് നിറമുള്ള ലെഹങ്ക മെറ്റീരിയൽ. എന്തിനാ മോനെ ഇതൊക്കെ എടുത്തത്? ഒന്നും വേണ്ടായിരുന്നു കേട്ടോ, സുരേഷ് പറഞ്ഞതും ശിവ ഒന്ന് പുഞ്ചിരിച്ചു. ഒക്കെ ഒരു സന്തോഷമല്ലേ അങ്കിൾ? അപ്പോഴേക്കും വാതിൽക്കൽ വന്നുകൊണ്ട് തങ്ങളെ എല്ലാവരെയും മറിഞ്ഞു നോക്കുന്ന വൃന്ദയെ അവൻ കണ്ടിരുന്നു. വൃന്ദയുടെ അച്ഛനോടും അമ്മയോടുമൊക്കെ യാത്ര പറഞ്ഞുകൊണ്ട് ശിവ അവിടെ നിന്നിറങ്ങിയപ്പോൾ സമയം 9 മണിയായി. ശിവയുടെ സ്വഭാവത്തെക്കുറിച്ച് പൊന്നിയാണെങ്കിൽ എല്ലാവരോടും വാ തോരാതെ സംസാരിക്കുകയാണ്. പാവം ചേട്ടനാ, അതുപോലെ ടീച്ചറമ്മയും ശ്രീദേവി ചേച്ചിയും ഒക്കെ. എല്ലാവർക്കും എന്ത് സ്നേഹമാണെന്നറിയോ? ചേച്ചിയുടെ ഭാഗ്യമാണ് അങ്ങനൊരു കുടുംബത്തിലേക്ക് ചെന്ന് കയറുന്നത്. അത്താഴം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വൃന്ദയെ നോക്കി അനുജത്തി പറഞ്ഞു. അലക്ഷ്യമായി ഒന്ന് മൂളിയതല്ലാതെ വൃന്ദ മറുത്തൊന്നും പറഞ്ഞില്ല. ഉറങ്ങാൻ കിടന്നപ്പോഴൊക്കെ കിഷോറിൻ്റെ മനസ്സിൽ ശ്രീപ്രിയയാണ്. വൃന്ദയുടെ അനുജത്തി, തുടുത്ത ചുണ്ടപ്പഴം, അതൊന്ന് രുചിക്കണം, ഇല്ലാണ്ട് പറ്റില്ല. എങ്ങനെയാണ് അവളെ വലവീശി പിടിക്കുന്നത്? ആ ഒരു ചിന്ത മാത്രമായി അവൻ്റെ ഉള്ളിൽ. പഠിക്കുന്നത് എവിടെയാണെന്ന് കണ്ടുപിടിച്ചേ തീരൂ, എന്നിട്ട് വേണം ബാക്കി കളി തുടങ്ങാൻ. പെട്ടെന്നായിരുന്നു അവൻ അനുവിനെ ഓർത്തത്. അവളെ ശിവ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ഒടുവിൽ അവൻ തേച്ചിട്ട് പോയോ? ഫോണെടുത്തൊന്ന് വിളിച്ചറിയിച്ചാലോ? ഫോണെടുത്ത് അനുവിനെ വിളിച്ചു നോക്കി. അവൾ പക്ഷേ കോൾ അറ്റൻഡ് ചെയ്തില്ല. അല്ലെങ്കിൽ വേണ്ട, ഇപ്പം താനിത് പറഞ്ഞാൽ ശരിയാകില്ല. കാരണം ഈ വിവാഹം നടക്കണം, എന്നിട്ടത് കൂടാൻ ചെല്ലുമ്പോൾ ശ്രീപ്രിയോട് അടുക്കണം. പല കണക്കുകൂട്ടലുകളായിരുന്നു കിഷോർ നെയ്ത് കൂട്ടിയത്. അടുത്ത ദിവസം കാലത്തെ അനു ഉണർന്നപ്പോൾ അവൾക്ക് പതിവില്ലാത്ത വിധം ഉന്മേഷം തോന്നി. കാരണം ശിവയിന്ന് അവളെ കാണുവാൻ വേണ്ടി വരും. ആദ്യമായിട്ടാണ് ഒരാഴ്ച അവനെ കാണാതിരുന്നത്. ഇന്ന് എന്തായാലും അവനുമായിട്ടൊന്ന് കറങ്ങാൻ പോകണം. ഹെൽത്ത് വൈസ് ഇപ്പോൾ ഓക്കെയാണ്. ബ്ലീഡിംഗ് ഒക്കെ സ്റ്റോപ്പായിട്ടുണ്ട്. ചെറിയൊരു ബാക്ക് പെയിൻ, എന്നാലും സാരില്ല, വലിയ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അനു എഴുന്നേറ്റ് സ്വീകരണ മുറിയിൽ എത്തിയപ്പോൾ അമ്മ എവിടെയോ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. കരിപ്പച്ച നിറമുള്ള കാഞ്ചീപുരം പട്ടുടുത്തുകൊണ്ട് വരുന്ന അമ്മയെ കണ്ടപ്പോൾ അവളുടെ മിഴികൾ ചുരുങ്ങി. അമ്മേ, എന്താ മോളെ? അമ്മ എവിടേക്കാ? നീ മറന്നോ? ഇന്നല്ലേ നമ്മുടെ സനൂപിൻ്റെ കല്യാണം? ഓ, ഞാനത് മറന്നു. പെൺകുട്ടിയുടെ വീട് തൃശ്ശൂരല്ലേ? അത്യാവശ്യം ദൂരമുണ്ട് മോളെ. പിന്നെ എന്നെ ചെയ്യാനാ? ചെന്നില്ലെങ്കിൽ പിന്നെ എല്ലാവർക്കും പിണക്കാകും. ആ, അമ്മ ചെന്നിട്ട് വാ. കുറേ ആയില്ലേ കല്യാണമൊക്കെ കൂടിയിട്ട്? ഓ, അത്രയും നേരം വണ്ടിയിലിരിക്കാനൊന്നും വയ്യടി. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അമ്മ നമ്മുടെ വണ്ടിക്ക് വെക്കുമോ? അതാവുമ്പോൾ ഡ്രൈവറോട് പറഞ്ഞാൽ മതി ഇടയ്ക്കൊക്കെ ഒന്ന് നിർത്തിത്തരാൻ. ഇനിയിപ്പോൾ വണ്ടിയൊന്നും വേണ്ട മോളെ, ഞാൻ അവരുടെ കൂടെ പോകാം. വേണ്ടെന്ന്, വണ്ടി 2 വെറുതെ കിടക്കുമല്ലേ. അനു മുറ്റത്തേക്കിറങ്ങി സെക്യൂരിറ്റിയെ വിളിച്ചിട്ട് ഡ്രൈവറോട് വരാൻ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ശിവ വരുന്ന കാര്യമൊന്നും അവൾ മനഃപൂർവ്വം അമ്മയോട് പറഞ്ഞില്ല. 8 മണിയായപ്പോൾ അനു അമ്മയെ യാത്രയാക്കിയിട്ട് വീണ്ടും റൂമിലേക്ക് വന്നു. ശിവയെ വിളിച്ചു നോക്കിയപ്പോൾ അവൻ വന്നുകൊണ്ടിരിക്കുവാണെന്ന് മറുപടി പറഞ്ഞു. പെട്ടെന്ന് തന്നെ അനു മേക്കപ്പ് റൂമിലേക്ക് പോയി. എന്തൊക്കെയോ വാരി പൂച്ചി. ബേബി പിങ്ക് നിറമുള്ള
വളരെ നേരത്തെ ഒരു സ്ലീവ്ലെസ് ടോപ്പ് എടുത്തണിഞ്ഞു. അതാണെങ്കിൽ മുട്ടിന് മുകളിൽ നിൽക്കുന്നതും. ശിവയെ വശീകരിക്കാൻ പഠിച്ച പണി 18 നോക്കുന്നുണ്ടവൾ. ഒടുവിൽ കുറേ ലിപ്സ്റ്റിക്ക് കൂടി എടുത്തിട്ടു. കണ്ണാടിയിൽ എന്നിട്ട് നോക്കി നിൽക്കുകയാണ്. ഇന്നൊരു ഫ്രഞ്ച് കിസ്സെങ്കിലും നടത്തും, ഉറപ്പാ. ശിവയാണെങ്കിൽ ദേഹത്ത് തൊടാൻ പോലും സമ്മതിക്കില്ല. എല്ലാം കല്യാണം കഴിഞ്ഞു മതി. അതാണ് അവൾക്ക് ഏറ്റവും ദേഷ്യം. ഒരു വണ്ടി വന്ന് മുറ്റത്ത് നിന്നതും അനുപമ ഓടിച്ചെന്നു. നോക്കിയപ്പോൾ ശിവ. വൈറ്റ് ഷർട്ടും ഡാർക്ക് ബ്ലൂ ജീനും ഇട്ടുകൊണ്ട് അവൻ തൻ്റെ കാറിൽ നിന്നും ഇറങ്ങി. ചെറിയ കുറ്റിരോമങ്ങൾ നിറഞ്ഞ അവൻ്റെ താടി, അതാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം. ഓ മൈ ഗോഡ്, എന്തൊരു ലുക്കാണ്! അവൾ അവനെ അടിമുടി നോക്കി. ഹായ് അനു, കൈവീശി കാണിച്ചുകൊണ്ട് അവൻ സിറ്റൗട്ടിലേക്ക് കയറി വന്നു. ശിവ ഓടി വന്നിട്ട് അവൻ്റെ തോളിൽ തൂങ്ങിയതും പെട്ടെന്നവൻ കൈയെടുത്ത് വിലക്കി. ഡി, ഇടിച്ച് കയറി വരല്ലേ, ഒരു നോയമ്പിലാണ്, ഇത്തിരി ഗ്യാപ്പിട്ട് നിൽക്ക്. നോയമ്പ്? നീ എന്താണ് ശിവ ഉദ്ദേശിച്ചത്? ഓ, ഒന്നും പറയണ്ട പെണ്ണെ, കുടുംബക്ഷേത്രത്തിൽ ഉത്സവം, അതിൻ്റെ പിറകെയാണ് ഞാൻ കുറച്ച് ദിവസമായിട്ട്. അതാണോ എന്നെ വിളിക്കാൻ പോലും നീ മറന്നത്? അല്ലടാ, കുറച്ച് പ്രോബ്ലംസ് ആയിരുന്നു. എല്ലാം സോൾവ് ആയത് ഇന്നലെ രാത്രിയിലാണ്. ഒക്കെ സെറ്റായിട്ട് നിന്നെ വിളിക്കുമെന്ന് ഞാൻ തീരുമാനിച്ചു. എന്താ ശിവ, എന്തു പറ്റി? പറയാം, നീ ടെൻഷനാവൊന്നും വേണ്ട കേട്ടോ. വാ, ഇരിക്ക്. അവൻ സെറ്റിയിലേക്കിരുന്നു. ആൻറ്റി എവിടെ? അമ്മ ഒരു കല്യാണത്തിന് പോയി, തൃശ്ശൂർ. ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. നിൻ്റെ ഹെൽത്ത് ഓക്കെ ആയോടാ? പനിയായിരുന്നല്ലേ? ശിവ ഒന്നും അറിയാത്ത മട്ടിൽ ചോദിച്ചു. ക്ലൈമറ്റിൻ്റെയാണ്, ഇപ്പോൾ കുറച്ച് കുറവുണ്ട്. നിനക്ക് ക്ഷീണമുണ്ടല്ലോ, നീ ഫുഡൊന്നും കഴിച്ചില്ലേ? പനി വന്നതുകൊണ്ട് ഫുഡിനോട് ഭയങ്കര വിരക്തിയായിരുന്നു. ടേസ്റ്റ് കിട്ടുന്നില്ല. നിഷ്കളങ്കതയോടെ അനുപമ പറഞ്ഞു. നല്ല കുത്തിരിക്കഞ്ഞിയും ചെറുപയർ ഉലർത്തിയതും ചുട്ട പപ്പടവും ഇഞ്ചിയും പുളിയുമൊക്കെ ചേർത്തരച്ച നാടൻ ചമ്മന്തിയും പിന്നെ കണ്ണിമാങ്ങ അച്ചാറും. ഓ ശിവ, ഒന്ന് നിർത്തുന്നുണ്ടോ? നിനക്കിപ്പോൾ കഴിക്കാൻ തോന്നുന്നുണ്ടോ? ഉണ്ട്. അവൻ പുറത്തേക്ക് കൊണ്ടുപോകും എന്ന് കരുതി അവൾ ചാടി പറഞ്ഞു. ആൻറ്റി വരുമ്പോൾ നീ ആൻറ്റിയോട് പറഞ്ഞാൽ മതി, സെറ്റാക്കി തരും. പ്രിയപ്പെട്ട മോളുടെ ഏതാഗ്രഹമാണ് ആൻറ്റി സാധിപ്പിച്ചു തരാത്തത്? ഒരു കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. പെട്ടെന്ന് പിണങ്ങിയ ഭാവത്തോടെ അനു മുഖം തിരിച്ചു. അത് കണ്ടതും ശിവ പല്ല് ഞെരിച്ചു. തുടരും.